അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫിൽ ഇദ്ദത്തി, ഇദ്ദയെ വിവരിക്കുന്നതിനുള്ള ഫസ്ലാണ്. ഹിയ, ഈ ഇദ്ദ എന്ന വാക്ക് മഅഖൂദത്തുൻ, അത് പിടിക്കപ്പെട്ടതാണ്. മിനൽ അദദി, എണ്ണം എന്ന് അർത്ഥമുള്ള അദദിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇദ്ദ എന്നുള്ള വാക്ക്. അതെന്താ ഇപ്പോൾ അദദിൽ നിന്ന് പിടിക്കപ്പെടാൻ കാരണം? ഇസ്തിമാലിഹ, ആ ഇദ്ദ ചുറ്റിയതിന് വേണ്ടി അല അദദി അഖ്റാഇൻ ഔ അഷ്ഹുരിൻ, ഒന്നെങ്കിൽ ശുദ്ധികളുടെ അദദിൻ്റെ മേൽ അല്ലെങ്കിൽ മാസങ്ങളുടെ അദദിൻ്റെ മേൽ ചുറ്റിയതിന് വേണ്ടി. ഒന്നെങ്കിൽ ശുദ്ധികളെ കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മാസങ്ങളെ കൊണ്ട് ഇനി കണക്കാക്കപ്പെടുന്നതാണ്. ഓലിബൻ മിക്കവാറും അധികവും അങ്ങനെ വരാറ്, വിപരീതം വരാം. അതുകൊണ്ട് ഓലിബൻ കൊടുക്കാൻ കാരണം, ഇപ്പോൾ പ്രസവമൊക്കെ, ഇപ്പോൾ ഭർത്താവ് മരിച്ച് ഉടനെ പെണ്ണ് പ്രസവിച്ചു, എന്നാൽ പിന്നെ എഴുതിരിക്കണ്ട. ഭർത്താവ് തൊലാക്ക് ചൊല്ലി അടുത്ത സെക്കൻഡ് തന്നെ എന്ത് ചെയ്തു? പ്രസവിച്ചു. അതുകൊണ്ട് ഓലിബൻ എന്ന് കൊടുക്കാൻ കാരണം. വഹിയ, ഇദ്ദ എന്ന കലിമത്ത് ഷറഅൻ, ഷറഇൽ നോക്കണ്ട നമുക്ക്. ഷറഇൽ ഇദ്ദ എന്ന വാക്ക് മുദ്ദത്തുൻ, ഒരു കാലയളവാണ്, ഒരു കാലഘട്ടമാണ്. തതറബ്ബസു ഫീഹ, ആ കാലയളവിൽ പ്രതീക്ഷിക്കും. അൽ മർഅത്തു, ഒരു സ്ത്രീ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, വേറെ ഭർത്താവിൽ നിന്നും കെട്ടാതെ ആ കാലയളവിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും. എന്തിനു വേണ്ടി? ഈ മഅരിഫത്തി ബറാഅത്തി റഹ്മി മിനൽ ഹംലി, ഗർഭത്തിനെ തൊട്ട് അവളുടെ ഗർഭാശയം ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഒരു സ്ത്രീ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുക. ഇതിനാണ് ഷറഇൽ ഇദ്ദ എന്ന് പറഞ്ഞാൽ. സംശയം, അപ്പോൾ ഒരു 7 വയസ്സ് 8 വയസ്സുള്ള ചെറിയ ആൺകുട്ടി പെൺകുട്ടി വിവാഹം കഴിച്ചു ജിമാഅൊക്കെ ചെയ്ത്, ഇവർക്കിപ്പോൾ ഗർഭധാരമൊന്നുമില്ല, പക്ഷേ എഴുതിരിക്കണ്ടേ? എഴുതിരിക്കണം. അപ്പോൾ അതിലേക്ക് മത്തെന്താ അതാ പറയുന്നത്? ഔലി തഅബ്ബുദി, അല്ലെങ്കിൽ തഅബ്ബുദിന് വേണ്ടിയാണ്. എന്താ തഅബ്ബുദ്? അതറിയണ്ടേ? വഹുവ, തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹൻ, ഫുഖഹാക്കളുടെ ഇസ്തിലാഹിൽ ഒന്നാണ് ലാ യുഅഖലു മഅനാഹു, അതിൻ്റെ മഅന മനസ്സിലാക്കപ്പെടൂല, ട്രിക്ക് മനസ്സിലാക്കപ്പെടൂല, ഹിക്മത്ത് മനസ്സിലാക്കപ്പെടൂല. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, അത് നമ്മൾ അനുസരിക്കുക. എന്ത് ഏതിന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇബാദത്തൻ കാന ഗൈറഹ, അത് ഇബാദത്താവട്ടെ ഇബാദത്തല്ലാത്താവട്ടെ. ഇബാദത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹജ്ജിനാണെങ്കിൽ ജംറയിൽ കല്ലെറിയുക, സഫ മറവിൻ്റെ ഇടയിലൂടെ, അല്ലെങ്കിൽ ളുഹൂർ 4 റക്അത്തായി, മഗ്രിബ് 3 റക്അത്തായി, സുബ്ഹ് 2 റക്അത്തായി. ഉണ്ടോ? ഇത് ഇബാദത്തുമായി ബന്ധപ്പെട്ട്. അതിന് ഔ ഗൈറഹ, ഇബാദത്തല്ലാത്താവട്ടെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഗർഭധാരണം നടന്നിട്ടില്ല, ഇതിപ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തഅബ്ബുദിന് വേണ്ടിയായിരിക്കും, അല്ലേ? ഇപ്പോൾ 2 പറഞ്ഞു. ഇസ്തിലാഹിൽ തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ ലാ യുഅഖലു മഅനാഹു, അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കപ്പെടില്ല. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, അതുപോലെ നമ്മൾ അനുസരിച്ചു എന്ന്. അല്ലെങ്കിൽ ഇത് രണ്ടിനുമല്ല. ഔ ലി തഫജ്ജുഇഹ അലാ സൗജിൻ മാത്ത, മരിച്ചതായ ഭർത്താവിൻ്റെ മേൽ ഈ സ്ത്രീ ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടി, ഖേദം പ്രകടിപ്പിക്കുക. നിക്കാഹ് കഴിഞ്ഞു, തൊട്ട നിമിഷത്തിൽ എന്ത് ചെയ്തു? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും 4 മാസം 10 ദിവസം ഇത്തിരിക്കണം, ഈ സ്ത്രീ ഇത്തിരിക്കണം. എന്തിനു വേണ്ടി? ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോൾ ശരീഅത്ത്, ഇത് നിയമമാക്കപ്പെട്ടു. അസ്വാലത്തൻ, അടിസ്ഥാനപരമായി ഇത് നിയമമാക്കപ്പെട്ടു. സൗനൽ ഈ നസബി അനിൽ ഇഖ്തിലാത്ത്, ഇഖ്തിലാത്തിനെ തൊട്ട് ഈ നസബിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഇഖ്തിലാത്തിനെ തൊട്ട്, കലറിനെ തൊട്ട്, കൺഫ്യൂഷനെ തൊട്ടൊക്കെ ഈ നസബിനെ കാക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ ഇദ്ധരിക്കാതെ ഇന്നലെ ഭർത്താവ് മരിച്ച് വീണ്ടൊരു ഭർത്താവ് പിറ്റേന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ കുട്ടിയാണോ മരിച്ചവൻ്റെ കുട്ടിയാണോ, ആകെ കൺഫ്യൂഷനാവും, ഇഖ്തിലാത്താവും. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായി ഇത് നിയമമാക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.